വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കാരണം നമ്മൾ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോക്ക് ഇടാൻ വൈകിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും. ലെറ്റ്സ് ഗോ ടു വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ഇതുപോലെ 30 രൂപയുടെ നമ്മളെ വേദ മാരി ലൈറ്റ് എന്നുള്ള ബിസ്ക്കറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബിസ്ക്കറ്റ് ഏത് കടയിലും കിട്ടും. അപ്പൊ ക്രീം ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പക്ഷേ ക്രീമുള്ള ബിസ്ക്കറ്റ് എടുക്കരുത് കേട്ടോ. അതായത് ക്രീമുള്ള ചോക്ലേറ്റും അങ്ങനത്തെ ബിസ്ക്കറ്റ് ഒന്നും എടുക്കരുത്. ഇതുപോലത്തെ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. പിന്നെ ക്രീം ഇല്ലാത്ത ചോക്ലേറ്റ് ഉണ്ട്, അതും എടുക്കരുത്. ഇതേപോലത്തെ എടുക്കാവോ കേട്ടോ. നമുക്കിനി ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് പൊടിച്ചെടുക്കണത് ഫ്രണ്ട്സ്. നമുക്കിനി നമ്മുടെ ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിയായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കും കേട്ടോ. നമ്മുടെ ബ്ലെൻഡറിനകത്തേക്ക് ഇതുപോലെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ കൊച്ചു ജാറാണ്, നമുക്ക് ഇത്ര മതി കേട്ടോ. ഇനി ഇതിനെ എടുത്തുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഗായ്സ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മളത് ബ്ലെൻഡ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല പൊടിയായിട്ടോ. നമുക്ക് ഇതിന് ഒരു ശകലം മാറ്റി വെക്കണം കേട്ടോ. ഇപ്പൊ നമുക്കൊരു ശകലം ഇത് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. ഒരു ശകലം മാറ്റി അത് നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞു തരാം ഗായ്സ്. ഇനി നമുക്ക് നേരെ ബാക്കി മേക്കിങ്ങിലോട്ട് കിടക്കാം ഗായ്സ്. ഇനി നമുക്കിതൊരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ചെറിയ കുരിയൊക്കെ കുരിച്ച് ഇതൊരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. തീരെ ലൂസായി പോയത് വെള്ളം എടുക്കല്ലേ കേട്ടോ. തീരെ ലൂസായി പോയ പണി പാളും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമുക്കിത് ഒരുമാതിരി മാവൊക്കെ കുഴയ്ക്കണ പോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെയൊക്കെ ഫ്രണ്ട്സ്. അവസാനം കുഴച്ച് ഏകദേശം ഇതേ പരുവത്തിലാവണം കേട്ടോ. നമുക്കിങ്ങനെ ഉണ്ട ഉരുട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് നമുക്ക് കിടക്കാം ഫ്രണ്ട്സ്. ഇനി നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. നമ്മളിത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മളെ കൈ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ എല്ലാ ഉള്ളിയും എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഉള്ളി ഇട്ടാലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതാണ്. ഇനി നമുക്ക് എല്ലാ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് മതി. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി. ഓക്കെ, മതി. ഇനി ആവശ്യത്തിന് മുളക് പൊടി. അത് എരിവിനെ സ്നേഹിക്കുന്നവർ മാത്രം ഇട്ടാൽ കേട്ടോ, അല്ലാത്തവർ കുറച്ചിട്ടാൽ മതി. അതിനുശേഷം കുറച്ച് ഗരം മസാല കുറച്ച് മതി. ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ. ഇനി നമുക്ക് ഇതും മിക്സ് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ്. അവസാനം നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതെ, നമ്മൾ അടിപൊളിയായിട്ട് മുട്ട പൊട്ടിക്കുകയാണ്. ഇത്രയും മതി. ഓക്കെ, ഇനി മുട്ട പൊട്ടിച്ചതിന് ശേഷം മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇതിനെ. കാരണം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം ഇതേപോലെ. ഇനി നമുക്കൊരു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമുക്കത് ഈ ഒരു ബിസ്ക്കറ്റ് മിക്സ് ചെയ്യുന്ന ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഈ കോട്ടിങ് ഉണ്ടോ, ഇതിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് പൊടി നമുക്കൊന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ? എന്നിട്ട് ഇതിന് നേരെ നമ്മുടെ ഇതുപോലെ നമ്മുടെ എണ്ണയിലിട്ട് ഇതുപോലെ ഇട്ടെടുക്കും. അത് അവിടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്കിനി എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓവറായിട്ട് ഫ്രൈ ആവാൻ പാടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മളിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളിത് 5 ഉരുള ഉരുട്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു കറക്റ്റ് കുക്കാകുമ്പോഴേ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഏത് പരുവത്തിലാണ് എടുക്കാണ്ടേന്ന്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടൊന്ന് കുക്കാവട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ ഒരു പരുവം ആകുമ്പോഴേ എടുക്കണം കേട്ടോ. നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. ഇതേ ഒരു പരുവം ആകുമ്പോൾ നമ്മൾ കറക്റ്റ് എടുത്ത് മാറ്റണം കണ്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്കിനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിത് ഇത്ര ഉണ്ടാക്കിയെടുത്തു. 1 2 3 4 5 6 7 8 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഞാൻ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത്, ഇത് കഴിക്കണമെങ്കിൽ കൂട്ടത്തിൽ ലൈം ജ്യൂസ് കാണും കേട്ടോ. അടിപൊളി. അല്ലെങ്കിൽ ഒരു നാരങ്ങ ജസ്റ്റ് പിഴിഞ്ഞ് കഴിച്ച്
പഞ്ചസാര ഇട്ട് ഇളക്കി അതിലും അടിപൊളിയായിരിക്കും സോസ്. ഇതിന്റെ കൂട്ടത്തിൽ കഴിച്ചിട്ടുണ്ട് അടിപൊളി. പിന്നെ സോസും മയണൈസും. അപ്പൊ നമ്മളതിൽ അതൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. എന്തായാലും നമുക്കത് കഴിച്ചു നോക്കാം. ഇനി കാണിച്ചത് പൊട്ടിക്കുമ്പോഴേ ഉണ്ടോ, പൊട്ടിക്കതേ ചൂടിങ്ങനെ പോകണുണ്ടോ, പൊട്ടിക്ക് അടിപൊളിയാണ്. എന്തായാലും കഴിച്ചു നോക്കാം. നല്ല ചൂട്. അടിപൊളി. വീട്ടിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചായയുടെ കിട്ടുന്നത് വൈകുന്നേരം കടിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് വൈകുന്നേരം ചായക്ക് നമ്മൾ ഉപയോഗിക്കും, ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ല അടിപൊളി സംഭവമാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസും കാണുന്ന പ്രതീക്ഷയിൽ ബി എബിൻ ജെയിൻ ആൻഡ് ഫെബിൻ ജെയിൻ സൈനിങ് ഔട്ട്.